യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ, പുതിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളോടൊപ്പം യാത്ര ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇന്ന് തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം തിരുവചനം. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ദൈവം വളരെ വ്യക്തമായിട്ട് പ്രവാചകനിലൂടെ പറയുകയാണ്, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നും നീ കണ്ടുപിടിച്ച് വായിക്കുക. ദൈവത്തോട് നീ ചോദിക്കുക, എന്നോട് എന്താണ് കർത്താവേ നിനക്ക് പറയുവാനുള്ളത്? ദൈവത്തിന് പറയാനുള്ള കാര്യം കർത്താവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ കിട്ടും. ശാസനയാണെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ശാസിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുക. ആ സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുക. ദൈവത്തോട് ചോദിച്ച് ഓരോ നിമിഷവും നിങ്ങൾ മുൻപോട്ട് ചരിക്കുമ്പോൾ ദൈവം എല്ലാം നിങ്ങൾക്ക് നന്മയ്ക്കായിട്ട് ചെയ്തു തരുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായി മാറട്ടെ ഇന്നത്തെ മുന്നോട്ടുള്ള ദിവസങ്ങളും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും കണ്ടുപിടിച്ച് വായിക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജ്ഞാനത്താലും വിവേകത്താലും പരിശുദ്ധാത്മാവ് വരെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദർശനങ്ങളാലും അനുഗ്രഹങ്ങളാലും അടയാളങ്ങളാലും ദൈവം അവരെയും തൻ്റെ സ്വന്തമാക്കി മാറ്റുന്നതിന് നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ ദൂതനായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹപൂർവമുള്ള സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.